നിപ്പ രോഗബാധയിൽ ആശങ്കയിലായി കോഴിക്കോട് ജില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്ന നിപ്പ ബാധിതനായ 43-കാരന്റെ നില അതീവ ഗുരുതരം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ 15 പേരും ക്വാറന്റീനിൽ തുടരുന്നു. അതേസമയം നിപ്പയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ ആരോഗ്യവകുപ്പ് നെട്ടോട്ടമോടുകയാണ്. കൂടാതെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിക്കുമ്പോൾ രോഗനിർണയത്തിനായി സംസ്ഥാനത്ത് വൈറോളജി ലാബ് ഇല്ലാത്തത് രോഗവ്യാപന സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. അനഘയുണ്ട് വിവരങ്ങൾ നൽകാൻ. അനഘ, നിപ്പ വൈറസ് ബാധ കേരളത്തിൽ മാത്രം ഇപ്പോൾ 2018 മുതൽ കേരളത്തിന് ഒരു ശാപമായി മാറിയിരിക്കുകയാണ് നിപ്പ രോഗബാധ എന്ന് പറയുന്നത്. ഈ നിപ്പ സ്ഥിരീകരിക്കുമ്പോഴൊക്കെ തന്നെയും ഇത് ഇപ്പോഴുള്ള നിലവിലുള്ള ആരോഗ്യമന്ത്രിയും ഇതിന് മുൻപ് 2018 മുതൽ ഭരിച്ച ആരോഗ്യമന്ത്രിമാരും ഒക്കെ കേരളത്തിൽ ഒരു യോഗം ചേരുന്നു, വലിയ രീതിയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നു, ഉറവിടം കണ്ടെത്താൻ നെട്ടോട്ടമോടുന്നു. പക്ഷേ നാളിതുവരെ ഒരു ഉറവിടം കണ്ടെത്താനോ ആ ഉറവിടം കണ്ടെത്തി ഈ രോഗബാധ അല്ലെങ്കിൽ രോഗം പ്രഭവിക്കാനുള്ള ആ ഒരു കേന്ദ്രത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ കൃത്യമായി നടപ്പിലാക്കാനോ കഴിയാത്ത ഒരു ഗതികെട്ട സർക്കാരുകളായി മാറി വന്ന സർക്കാരായിപ്പോയി നമ്മുടേത്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രോഗം നിർണ്ണയിക്കാനായി അങ്ങ് പൂനെയിൽ പോകണം അല്ലേ? അതായത് ഒരു രോഗവ്യാപനം ഉണ്ടാകുമ്പോൾ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് രോഗം നിർണ്ണയിക്കാനുള്ള സ്ഥിരീകരിക്കാനുള്ള ഒരു ലാബിന്റെ ആവശ്യമാണ്. പക്ഷെ അതിന് പോലും നമ്മൾ അങ്ങ് പൂനെയിലെ വൈറോളജി ലാബിന്റെ ഫലം വരാനായി ഇങ്ങനെ കാത്തിരിക്കണം. പൂനെയുടെ ഫലം കാത്ത് ഇങ്ങനെ ഇരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മറ്റൊരു ശാപം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ആദ്യം അറിയേണ്ടത് ചികിത്സയിലുള്ള ആ 43-കാരൻ്റെ ആരോഗ്യനില, അതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷാജനകമായ എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ കഴിയുന്നുണ്ടോ? ഒപ്പം ഈ പ്രതിരോധ നടപടികളും ഈ രോഗോറവിടം കണ്ടെത്താനുള്ളൊക്കെ ശ്രമം അത് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അശ്വതി, രാഖി, നിപ ബാധിതനായ 43-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ഇദ്ദേഹം ശ്വസിക്കുന്നത് എന്നുകൂടിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിനോട് ചേർന്ന് തന്നെ നിപ ഐസൊലേഷൻ വാർഡ് കൂടി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 43-കാരനുമായി അടുത്ത സമ്പർക്കമുള്ള 15 പേരുടെ ഹൈ റിസ്ക് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ 15 പേരുള്ളത്. ഈ 15 പേരാണ് ഹൈ റിസ്ക് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ നിമിഷം ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് ഈ ഹൈ റിസ്ക് ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ച ആർക്കും പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നലെ രാത്രിയാണ് ഈ 43 രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള 43-കാരൻ സഞ്ചരിച്ച റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സ്ഥലം കോഴിക്കോട് നഗരത്തിനോട് അല്പം മാറിയിട്ടുള്ള രാമനാട്ടുകര ചുങ്കം ഭാഗത്താണ്. ഇദ്ദേഹം ഈ അസുഖം ഈ കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇദ്ദേഹത്തിന് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. അതിനുശേഷം ഈ ജൂൺ 1-ാം തീയതി മുതൽ ഈ ജൂൺ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് വരെയുള്ള സമയം അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത് ഈ രാമനാട്ടുകര ചുങ്കം ഭാഗത്ത് മാത്രമാണ്. അതായത് അവിടെയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ആദ്യം ചികിത്സ തേടിയത്. അവിടെ തന്നെയാണ് വീണ്ടും ചികിത്സയ്ക്ക് പോയത് എന്നുള്ളതാണ്. അത് മാത്രമാണ് ഈ കേസിൽ. അതായത് ഇദ്ദേഹം കോഴിക്കോട് തന്നെ പല ഭാഗങ്ങളിൽ ഒരു സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ റൂട്ട് മാപ്പ് അനുസരിച്ച് ഇദ്ദേഹം സഞ്ചരിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ സമയത്ത് ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ ചുങ്കം പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വിവരങ്ങളാണ് ആരോഗ്യ വകുപ്പ് ഇന്ന് ശേഖരിക്കുക. അത് എടുത്തതിന് ശേഷം അവരെ കൂടി ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. വിവിധ വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഈ ആളുകളെ ക്വാറന്റൈനിലൊക്കെ തന്നെ പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2018 മുതൽ 2026 വരെ ഇത്തരത്തിൽ നിപ വൈറസ് ബാധ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായി നിപ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. അത് 2018-ൽ റിപ്പോർട്ട് ചെയ്തു. 19-ലും 20-ലും ഇങ്ങനെ ഓരോ വർഷവും ഒരു ഘട്ടം എത്തുമ്പോൾ ഈ നിപ ആവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ഈ പരിശോധനാ ഫലം അത് കൃത്യമായി അതിന്റെ അന്തിമ ഫലം വരണമെങ്കിലും ഇപ്പോഴും പൂനെയിലെ വൈറോളജി ലാബിനെ ആശ്രയിക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ട് എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ 43-കാരന്റെ ശ്രവ പരിശോധന മെഡിക്കൽ കോളേജിൽ നടത്തിയപ്പോൾ പോസിറ്റീവ് എന്നായിരുന്നു കണ്ടത്. അതിനെ തുടർന്ന് പിന്നീട് പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ച് ഒരു ദിവസത്തിന് ശേഷം, അതായത് കഴിഞ്ഞ ദിവസമാണ് അയച്ചത്, അതിനുശേഷം ഇന്നലെ വൈകുന്നേരമാണ് ഇത് നിപ പോസിറ്റീവ് എന്ന് പറഞ്ഞ് റിസൾട്ട് വന്നത്. ആ സമയം, ആ കാലയളവ് അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഗുരുതരമായ മരണസംഖ്യ ഉയരുന്ന സാഹചര്യം, പകർച്ചവ്യാധി പിടിച്ചുപെടാൻ
പിടിപെടാനുള്ള സാഹചര്യം, ഈ സാഹചര്യമൊക്കെ നിൽക്കുമ്പോൾ ഒരു നിമിഷം പോലും ഒരു ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുത്താൻ ഇല്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലാണ് ഇത്രയധികം സമയം പൂനെയിലേക്ക് അയച്ച് അവിടെ നിന്ന് റിസൾട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇവിടെ ടെസ്റ്റ് ചെയ്ത കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ പ്രാഥമികമായി ടെസ്റ്റ് ചെയ്യാൻ സംവിധാനമുണ്ട്. പക്ഷെ ആ ടെസ്റ്റ് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ അവിടെ ടെസ്റ്റ് ചെയ്ത രോഗിക്ക് പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ പൂനെയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അതേ രോഗിക്ക് നെഗറ്റീവ് ഫലമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോട് വരുന്ന ഫലത്തെ നമുക്ക് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതും ആരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇത്രയായി തുടർച്ചയായി വർഷങ്ങളായി നിപ രോഗം കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും എവിടെ വൈറോളജി ലാബ് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും കുറ്റകരമായിട്ടുള്ള കാര്യം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ നിപ വൈറസ് ബാധയുടെ ഒരു അപകടാവസ്ഥ എന്ന് പറയുന്നത് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 90% ഈ മരണം ഉറപ്പാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് രോഗം മൂർച്ഛിച്ച് 48 മണിക്കൂറിനുള്ളിൽ ആണ് ഇതിന്റെ രോഗവ്യാപന ശേഷി അത്യന്തം അപകടത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നുള്ളതാണ്. അത് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ സമയം പറയാതിരിക്കാൻ കഴിയില്ല. അനാവശ്യമായി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സന്ദർശനം നടത്തുന്നത് ഒഴിവാക്കണം എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം എന്നുകൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്ന നിപ ബാധിതനായ 43-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ഉടനീളം ആരോഗ്യ വകുപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. രാഖി.